കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തെ തുടർന്നെന്ന് പ്രതിയുടെ മൊഴി. വീടും സ്ഥലവും തന്റെ പേരിലേക്ക് എഴുതി നൽകാൻ ഹിൽഡ വിസമ്മതിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഹിൽഡയെ അടിച്ചുകൊന്ന് കത്തിച്ചെന്ന് പ്രതിയായ മകന്റെ മൊഴി. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, എന്തൊക്കെയാണ് മൊഴിയിൽ കൂടുതലായി പറയുന്നത്? ഏതായാലും അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം തീ കൊളുത്തുകയായിരുന്നു, തീയിട്ട് ചുട്ട് കരിക്കുകയായിരുന്നു എന്നാണ് മെൽവിൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. സ്വത്ത് തന്റെ പേരിൽ എഴുതി നൽകാൻ ആവശ്യപ്പെട്ടത് സമ്മതിക്കാത്തതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നുകൂടി ഈ പ്രതിയായ മെൽവിൻ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മഞ്ചേശ്വരത്തെ ഹിൽഡയെ മകൻ മെൽവിൻ കൊലപ്പെടുത്തുന്നത്. വീട്ടിലുണ്ടായിരുന്ന വിറക് കഷ്ണം കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു എന്ന് മൊഴിയിൽ പറയുന്നു. ഇങ്ങനെ തലക്കടിച്ച് വീഴ്ത്തിയതോടുകൂടി ഹിൽഡ മരിച്ചു എന്ന് കരുതി. അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന തുണിത്തരങ്ങൾ, ഒപ്പം തന്നെ വീടിന് പുറത്തുണ്ടായിരുന്ന കരിയിലകളെല്ലാം തന്നെ കൂട്ടിയിട്ട് വീടിന് പുറത്ത് മൃതദേഹം കത്തിക്കുകയായിരുന്നു ശരി നിഖിൽ, എന്തായാലും മഞ്ചേശ്വരത്ത് ഹിൽഡയെ കൊന്ന മകൻ മെൽവിൻ മൊഴി നൽകിയിരിക്കുകയാണ്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് മകന്റെ മൊഴി. വിവരങ്ങൾ നൽകിയായിരുന്നു നിഖിൽ അളവൂർ.